നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് നല്ല നടൻ ഷാരൂഖ് ഖാനും മറ്റൊരാളുമാണ്. മറ്റേയാളെ എനിക്ക് അറിയത്തില്ല, പേര് വിക്രം ഏതാണ്ട് സംതിങ് ആ രീതിയിലുള്ള ഒരു പേരാണ്. ഞാൻ അയാളുടെ പടമൊന്നും സിനിമ ഒന്നും കണ്ടിട്ടില്ല. ഷാരൂഖ് ഖാൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അതോടൊപ്പം കേരളത്തിൽ നിന്ന് 2 പേർക്ക് ദേശീയ പുരസ്കാരം കിട്ടി. അതിങ്ങനെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങൾ അതിൽ ഞാൻ കണ്ടില്ല. നമ്മുടെ ഉർവശി എന്ന് പറയുന്ന നടി മഹാനടിയാണ്. അവരുടെ ബാക്കി കാര്യങ്ങളോ പേഴ്സണൽ ലൈഫൊന്നുമല്ല ഞാൻ പറയുന്നത്. നടി എന്നുള്ള നിലയ്ക്ക് ഉർവശി വളരെ വലിയൊരു മഹാനടി തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. ഉർവശിയുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കണ്ട് പഠിക്കേണ്ടതാണ് മറ്റ് സിനിമ അഭിനേതാക്കൾ. അതുപോലെ ഉള്ള ഭാവങ്ങളാണ്. അപ്പോൾ ഉർവശിയും അതേപോലെ തന്നെ പാർവതിയും കൂടെ മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക്. ഈ ഉള്ളൊഴുക്കിലെ കഥാപാത്രത്തിലെ ഉർവശി കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഉർവശി അഭിനയിച്ചത്. അപ്പോൾ ഉർവശിക്ക് കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സഹനടിക്കുള്ള അവാർഡാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ ഉർവശിയാണ്, പക്ഷേ സഹനടി എന്നുള്ള നിലയ്ക്ക് അവാർഡ് കൊടുത്തു. അതേപോലെ തന്നെയാണ് നമ്മുടെ വിജയരാഘവൻ, ശ്രീ NN പിള്ളയുടെ മകൻ, അദ്ദേഹത്തിനും സഹനടൻ എന്നുള്ള അവാർഡ് കൊടുത്തു. അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ ഉണ്ട് കേട്ടോ, പൂക്കാലം എന്ന് പറയുന്നത്. ഞാനത് പല പ്രാവശ്യം കണ്ടു, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതാണ്. ഒന്നാമത് എനിക്ക് വിജയരാഘവനെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ കണ്ടു. അതിൽ വിജയരാഘവൻ്റെ അഭിനയം ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഞാനത് അവാർഡ് പ്രതീക്ഷിച്ചതാണ്. എന്തുകൊണ്ട് ഈ വിജയരാഘവന് അതൊരു പ്രായമുള്ള മനുഷ്യനായിട്ട് കാണിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വളരെ പ്രായമുള്ള ഒരു മനുഷ്യനായിട്ട് വിജയരാഘവൻ അതിൽ ഇട്ടൂപ്പെന്ന് പറയുന്ന കഥാപാത്രത്തെ അഭിനയിച്ച് കാണിച്ചതാണ്. അത് എന്തുമാത്രം വലിയ അഭിനയമായിരുന്നു അതിനകത്ത് വിജയരാഘവൻ കാഴ്ചവെച്ചത്. വിജയരാഘവൻ എന്തുകൊണ്ട് ഈ സഹനടൻ എന്നുള്ള അവാർഡ് ഏത് നിലയ്ക്ക് പോയി? അത് ശ്രീ വിജയരാഘവൻ അതിൽ പരാതിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് പരാതിയുണ്ട് ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത്, ന്യായമായും പ്രതീക്ഷിച്ചത്, വിജയരാഘവന് അതിനകത്ത് ഒരു നായക നടൻ്റെ അവാർഡ് തന്നെ കിട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അത് നടന്നില്ല. ഒരു സഹനടൻ എന്നും പറഞ്ഞ് കൊണ്ടുവന്നു. വിജയരാഘവൻ അതിൽ സഹനടനല്ല, വിജയരാഘവൻ അതിൽ നായകനാണ്. ആ സിനിമയിൽ അതിൻ്റെ നെടുന്തൂണാണ് ഏറ്റവും ഇസഡ്, ആദ്യം മുതൽ അവസാനം വരെ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഈ ബ്ലസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എടുക്കാൻ, അത് ചിത്രീകരിക്കാൻ അവർ പെട്ട കഷ്ടപ്പാടെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവർ പോയി അവിടെ കുടുങ്ങിപ്പോയി. യമനിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മരുഭൂമിയിൽ ദിവസങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എടുത്ത ഒരു സിനിമയാണ്. അത് അഭിനയിക്കാനായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം കാണിച്ച ആ ശുഷ്കാന്തി, അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരു കലാകാരൻ, യഥാർത്ഥ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറച്ചു, പട്ടിണി കിടന്നു, വെള്ളം മാത്രം കുടിച്ച് കിടന്നു കുറേ നാൾ. അങ്ങനെയൊക്കെ ആയി അത്രത്തോളം മെലിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും ക്ഷയിച്ചു പോകുന്ന വിധത്തിൽ ആണ് ആ നടൻ അത് ചെയ്തത്. മഹാനടനാണ്, സംശയമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ് പൃഥ്വിരാജ്. അപ്പോൾ ഞാൻ ഇത് കാരണം ഇവരുടെ പൃഥ്വിരാജിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് എനിക്കതുപോലെ പരിചയമുണ്ട്. അച്ഛൻ സുകുമാരനുമായിട്ട് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ ശ്രീമതി മല്ലികയായിട്ട് നല്ലൊരു ബന്ധമാണ്, ഇപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല, ഒരു നല്ല നടനാണെങ്കിൽ അയാൾ നല്ല നടനായിട്ട് ഗണിക്കണം. അതിന് പകരം ഇവിടെ അവാർഡ് കൊടുത്തേക്കുന്നത് എന്തുകൊണ്ട് ബ്ലസ്സിക്ക് ഇതിനകത്ത് അവാർഡ് കിട്ടിയില്ല? എനിക്ക് അതിശയമാണ്. കാരണം ഇത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇവർ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ്. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും വരുന്നില്ല ആടുജീവിതത്തെക്കുറിച്ച്. അത്രയും വലിയൊരു സിനിമ, യഥാർത്ഥത്തിൽ ഓസ്കാറിൽ പോകേണ്ട സിനിമയാണ്. അതിന് പകരമാണ് ഇവിടെ അതൊന്നുമില്ലാതെ ഇവിടെ ഷാരൂഖ് ഖാനും ഒക്കെ അവാർഡ് കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ? ഷാരൂഖ് ഖാനെ അവാർഡ് കൊടുക്കുന്നതിൽ ആക്ഷേപമൊന്നുമില്ല എനിക്ക്. കാരണം ഷാരൂഖ് ഖാൻ്റെ മേഖലയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. പക്ഷേ ഇതേപോലെ റേഞ്ചുള്ള ആളുകൾ, അതായത് ഈ രീതിയിലൊക്കെയുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നത്, യഥാർത്ഥത്തിൽ ഹിന്ദിയിലാണെങ്കിൽ ആമീർ ഖാൻ അത് ചെയ്യുന്ന ആളാണ്. അത് ആ വർഷം ഒരു സിനിമയേ ഉള്ളൂ അദ്ദേഹത്തിന്. പിന്നെ ഇത് പൃഥ്വിരാജ് ഇതുപോലെ ഏത് റോളിനും ആ രീതിയിൽ മാറി അഭിനയിക്കാൻ കഴിവുണ്ട്, അതിനുള്ള മനസ്സുണ്ട്. നമ്മുടെ മോഹൻലാൽ അങ്ങനെ ചെയ്യുന്ന നടനല്ലേ.
മോഹൻ അത് എന്ന് വെച്ചാൽ അവർക്ക് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി മമ്മൂട്ടി ഇവരെല്ലാം ഇതുപോലെ ചെയ്യുന്നതാണ്. ഒരു കഥാപാത്രം മമ്മൂട്ടിയൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു വേട്ടക്കാരനായിട്ട് അത് പഠിക്കാൻ വേണ്ടി തന്നെ പോയി വനത്തിലൊക്കെ താമസിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് മമ്മൂട്ടി. ആ രീതി ചെയ്ത് ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ അവർ സഹിക്കുന്ന ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗങ്ങളാണ് ഇവിടെ പൃഥ്വിരാജും അതുപോലെ വിജയരാഘവനും അതേപോലെ തന്നെ നമ്മളെ ഉർവശിയൊക്കെ കാണിച്ചേക്കുന്നത്. ഇവരെയൊക്കെ മെയിൻ നിരയിലുള്ള നടനായിട്ട് യഥാർത്ഥത്തിൽ മികച്ച നടൻ എന്നുള്ള അവാർഡ് ഇവിടെ വിജയരാഘവനോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ കിട്ടേണ്ടത് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. അല്ലെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ പങ്കിട്ട് കൊടുക്കേണ്ടതാണ് ആ അവാർഡ്. ആ രീതിയിലുള്ള അഭിനയമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഉർവശിയുടെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുന്താണി മുടിച്ച് തുടങ്ങി ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. എന്തു വലിയൊരു നടിയാണ് അത്. നമുക്ക് അവർക്ക് പകരം വെക്കാൻ ആളില്ല. ആ രീതിയിലുള്ള അഭിനയ മികവുള്ള നടിയാണ്. ഇത് ഉർവശി ഇതിൽ പ്രതികരിച്ചു, ഞാൻ എന്തുകൊണ്ട് സഹനടിയായിപ്പോയി എന്നുള്ളത് ഈ അവാർഡ് നിർണയിച്ച കമ്മിറ്റിക്കാരൊന്ന് അവാർഡ് കമ്മിറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിലൊരു മലയാളിയും കൂടെ ഉണ്ടെന്നുള്ളതാണ് അതിനകത്ത് തമാശ കേട്ടോ. അവിടെ പോയിരുന്ന് കൈയടിക്കാൻ മറ്റന്മാർ പറയുന്നത് കേട്ടിട്ട് ഇത് കൈയടിക്കാൻ. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഒരു കളിയാണ് ഇതിനകത്ത് പുറയിലൊക്കെ വരുന്നത്. അങ്ങനെ ആകരുത്. കലാകാരന്മാരായാലും ആരായാലും കലാകാരികൾ ആരായാലും അവരെ അതേ ഒരേ കണ്ണോടുകൂടി നല്ല രീതിയിൽ കാണണം. നല്ല അഭിനയം ഏതാണെന്ന് നോക്കണം. അപ്പോൾ വിജയരാഘവൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു അവാർഡ് കിട്ടുന്നത് അത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഉർവശിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഉള്ള നടിയാണ്. അത് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള നടിയാണ് ഉർവശി പ്രതികരിച്ചു, ഇതുപോലെ പറഞ്ഞു. ഉർവശി തന്നെ ചോദിച്ചു എന്തുകൊണ്ട് വിജയരാഘവൻ സഹനടനായി. ആ സിനിമ ഞാൻ പറഞ്ഞില്ലേ A to Z ആദ്യം മുതൽ അവസാനം വരെ ആ സിനിമയിൽ അതായത് ആ സിനിമ കൊണ്ടുപോയത് മുഴുവൻ വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ കഥയാണത്. ആ രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ട് വിജയരാഘവന് അവാർഡ് കിട്ടിയില്ല. കിട്ടിയത് എന്താ? സഹനടൻ്റെ അവാർഡ്. എങ്ങനെയാണ് ഈ സഹനടൻ എന്ന് കണക്കാക്കുന്നവർ? ഒരു മെയിൻ നടനെ, ഒരു സിനിമയിലെ മെയിൻ നടനെ എന്തുകൊണ്ട് സഹനടനാക്കി? ഇത് കോമൺ സെൻസ് ഉള്ളവന്മാരാണോ ഇത് ഇരിക്കുന്നത് ഈ അവാർഡ് നിർണയ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്? ഇറ്റ്സ് എ പിറ്റി. നാണക്കേടാണ് ഇത് ഈ ഫിലിം വേൾഡിന്. എൻ്റെ അഭിപ്രായത്തിൽ ഉർവശി ഇവർക്ക് ഈ അവാർഡ് വേണ്ടെന്ന് വെക്കണം. ഉർവശി പറഞ്ഞ പോലെ ഇത് പെൻഷൻ കാശ് അല്ല ഈ തരുന്നത് അവാർഡെന്ന് പറയുന്നത്, അംഗീകാരം ഞങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. അത് ഉർവശിയുടെ കാഴ്ചപ്പാട് വളരെ ശരിയാണ്. കാരണം ഈ അംഗീകാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർക്ക് അർഹതപ്പെട്ടതാണ്. അല്ലാതെ ഇതില്ല പിച്ചക്കാശ് കൊടുക്കുന്ന പോലോ പെൻഷൻ കൊടുക്കുന്ന പോലോ അവരുടെ ദയാദാക്ഷിണ്യത്തിലൊന്നും കൊടുക്കുന്നൊന്നും അല്ല. ഒരെണ്ണം കിട്ടുന്നത് തരുന്നത് മാറ്റിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഉർവശി പ്രതികരിച്ചത്. വളരെ തൻ്റെ ഇടത്തോടുള്ള പ്രതികരണം ഇതാണ് വേണ്ടത്. ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് വേണം. അതാ നമ്മൾ കാണേണ്ടത്. ഒരു നടി, ആ നടി പറയുന്നു എനിക്ക് കിട്ടേണ്ടത് മെയിൻ അവാർഡാണ്, എനിക്ക് എന്തുകൊണ്ട് അവാർഡ് പങ്കിട്ട് തന്നില്ല. മറ്റേ വേറെ നടിക്ക് കൊടുത്തതിന് അവർക്ക് പരാതിയില്ല, പക്ഷേ ഈ അവാർഡ് പങ്കിടാമായിരുന്നല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇവരെ പിടിച്ച് സഹനടിയാക്കേണ്ട കാര്യം എന്താണ്? അവർ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ആയിരിക്കണം എല്ലാ നടീനടന്മാരുടെ കയ്യിൽ നിന്നും ഉയരേണ്ടത്. നിങ്ങൾക്ക് വ്യക്തിത്വം വേണം. ഉർവശി, നിങ്ങൾ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ്, തൻ്റെ ഇടമുള്ള സ്ത്രീയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പ്രതികരണം.